കുറച്ച് നാൾ മുന്നേ വരെ ഇലക്ട്രിക് വാഹനങ്ങൾ നമ്മുടെയൊക്കെ ചിന്തയിലില്ലാത്തൊരു വാഹനമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു സെക്കൻഡറി വാഹനം നോക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇലക്ട്രിക് വാഹനം കൺസിഡർ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് ടാറ്റ എന്ന ബ്രാൻഡ് ഇലക്ട്രിക് രംഗത്തേക്ക് കൊണ്ടുവന്ന ഒരു വിപ്ലവം തന്നെയാണ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് 2024 ടാറ്റ പുറത്തിറക്കിയിരിക്കുന്ന ഏറ്റവും പുതിയ ഇലക്ട്രിക് വാഹനമാണ് ടാറ്റ പഞ്ച്.EV. വെൽക്കം ടു ടർബോ ഡ്രൈവ് ഓട്ടോ ഷോ ഓൺ മീഡിയ വൺ. ടാറ്റയുടെ ലൈനപ്പിലെ 80% വാഹനങ്ങൾ ഇപ്പോൾ ഇലക്ട്രിക് ആണ്. ഇപ്പോൾ പുതിയൊരു പ്ലാറ്റ്ഫോം കൂടി ടാറ്റ അവതരിപ്പിച്ചിരിക്കുകയാണ്. ആക്റ്റീവ് എന്നാണ് ആ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പേര്. ടാറ്റ പഞ്ച്.EV വന്നിരിക്കുന്നതും ആ ഒരു പ്ലാറ്റ്ഫോമിലാണ്. ടാറ്റ പഞ്ചിന് മുന്നേ ഉള്ള ഇലക്ട്രിക് വാഹനങ്ങളെല്ലാം പെട്രോൾ എഞ്ചിൻ്റെ ബേസ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലാണ് വന്നിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പെട്രോൾ എഞ്ചിൻ്റെ ലിഡ് ഓപ്പൺ ചെയ്യുന്നിടത്ത് ഫ്യൂവൽ ടാങ്ക് വരുന്നിടത്തായിരുന്നു ചാർജിങ് പോർട്ട് വരുന്നത്. എന്നാൽ ഈ ഒരു വാഹനം ടാറ്റ പഞ്ച്.EVയിലേക്ക് വരുമ്പോൾ മുൻഭാഗത്തായിട്ടാണ് നമുക്കൊരു ചാർജിങ് പോർട്ട് ലഭിക്കുന്നത്. അത് തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ആണ്. ടാറ്റ ഈ ഒരു പ്ലാറ്റ്ഫോമിനെ ആക്റ്റീവ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. ആക്റ്റീവ്.EV എന്നാണ് ടാറ്റ ഇതിനെ വിളിക്കുന്നത്. അതായത് പഞ്ച്.EV എന്ന് ഈ ഒരു ഇലക്ട്രിക് വാഹനത്തിനെ വിളിക്കുന്നത് പോലെ. ടാറ്റ നെക്സോൺ.EVയോട് സാമ്യപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു മുൻഭാഗമാണ് ഈ ഒരു പഞ്ചിലും കൊടുത്തിരിക്കുന്നത്. ആക്റ്റീവ് എന്ന പ്ലാറ്റ്ഫോമിൻ്റെ ബേസായിട്ടുള്ള ഇലക്ട്രിക്കലി ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ചാർജിങ് ലിഡാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിത് അകത്ത് നിന്ന് ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രിക്കലി ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇൻ കേസ് ബട്ടൺ ഡാമേജ് ആകുന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ നമുക്ക് ഈ ബോണറ്റിനകത്തൊരു ലിഡുണ്ട്, അത് ഉപയോഗിച്ചുകൊണ്ടും ഈ ചാർജിങ് പോർട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു 3D എലമെൻറ്റിലുള്ള ലോഗോ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു സീക്വൻഷ്യലായിട്ടുള്ള LED DRL ഇൻഡിക്കേറ്റർ ഉൾപ്പെടുന്ന ഒരു ഭാഗമാണ് കൊടുത്തിരിക്കുന്നത്. അത് ബമ്പർ ലിപ്പായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി താഴേക്ക് വരുമ്പോൾ EV ആയതുകൊണ്ട് ഗ്രില്ല് കൊടുത്തിട്ടില്ല, ആ ഒരു ഭാഗമെല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറയുടെ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. LED പ്രൊജക്ടർ ഹെഡ്ലാമ്പാണ് വരുന്നത്. കൂടാതെ കോർണറിംഗ് ഫംഗ്ഷൻസോട് കൂടിയിട്ടുള്ള ഒരു ഫോഗ് ലാമ്പ് യൂണിറ്റ് വരുന്നുണ്ട്. കൂടാതെ ഒരു എയർ ഇൻടേക്കിൻ്റെ ഭാഗവും വന്നിട്ടുണ്ട്. കംപ്ലീറ്റ്ലി ന്യൂ ആയിട്ടുള്ള ഒരു മുൻഭാഗമാണ് പഞ്ചിന് കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി നെക്സോണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നെക്സോണിൻ്റെ സെയിം ആ ഒരു ഡിസൈൻ പാറ്റേൺ തന്നെ നമുക്ക് ഈ ഒരു പഞ്ചിൽ കാണാൻ സാധിക്കും. പഞ്ചിൽ നിന്നും പഞ്ച്.EVയിലേക്ക് വരുമ്പോൾ കാര്യമായിട്ടുള്ള സൈഡ് ഭാഗത്തുള്ള ഡിസൈൻ എലമെൻറ്റ്സ് ഒന്നും കൊടുത്തിട്ടില്ല. എന്നാൽ നമുക്ക് ഫ്രണ്ടും ബാക്കും ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. 17 ഇഞ്ച് വലുപ്പമുള്ള അലോയ് വീൽസ് വരുന്നുണ്ട്. കൂടാതെ നമുക്ക് 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറയുടെ ഭാഗമായിട്ടുള്ള ഒരു യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അത് ബ്ലൈൻഡ് സ്പോട്ട് ക്യാമറയായിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ 90 ഡിഗ്രി ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഡോറും ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. പഞ്ചിൽ നിന്നും പഞ്ച്.EVയിലേക്ക് വന്നപ്പോഴും ബൂട്ട് സ്പേസിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. 366 ലിറ്റർ ബൂട്ട് സ്പേസ് ഈ ഒരു വാഹനത്തിൽ കീപ്പ് ചെയ്തിട്ടുണ്ട്. അതും ഈ ഒരു പുതിയ പ്ലാറ്റ്ഫോമിലും ഈ ഒരു ബൂട്ട് സ്പേസ് കൊടുക്കാനായിട്ട് ടാറ്റ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ വേറൊരു കാര്യമുള്ളത്, ഇതിനകത്ത് പഞ്ചർ കിറ്റ് മാത്രമേ വരുന്നുള്ളൂ. നമുക്കൊരു സ്പെയർ വീലോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ആക്ച്വലി ഇതിൻ്റെ പ്രൈസ് പോയിന്റ് കമ്പയർ ചെയ്യുമ്പോൾ അതൊരു മിസ്സായിട്ട് എനിക്ക് തോന്നി. പിൻഭാഗത്തെ ഡിസൈൻ ആക്ച്വലി നോർമൽ പഞ്ചുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു വ്യത്യാസം വന്നിട്ടില്ല. ആ ഒരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു പഞ്ചിൻ്റെ പിൻഭാഗത്തും കൊടുത്തിരിക്കുന്നത്. പഞ്ചിൽ നിന്നും പഞ്ച്.EVയിലേക്ക് വരുമ്പോൾ എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ് കൊടുത്തിരിക്കുന്നത്. കംപ്ലീറ്റ്ലി ന്യൂ ആയിട്ടുള്ള ഒരു ഡാഷ്ബോർഡും ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റവും ഒരു സ്റ്റിയറിംഗ് വീലും എല്ലാം ഒരു കംപ്ലീറ്റ്ലി ന്യൂ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് പ്രധാന മാറ്റം എന്ന് പറയുന്നത് ഒരു 10.2 ഇഞ്ചിൻ്റെ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 10.25 ഇഞ്ചിൻ്റെ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും വന്നിട്ടുണ്ട്. കൂടാതെ 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ, ഫിജിറ്റൽ സ്ക്രീൻ, അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു പഞ്ച്.EVയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു മൾട്ടി സ്ക്രീനിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റെസ്പോൺസീവായിട്ടുള്ളൊരു സിസ്റ്റമാണ്. പുതിയ ഒരു സോഫ്റ്റ്വെയർ, ഒരു AI ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ കൊടുത്തിട്ടുണ്ട്. അത് 3D വ്യൂവിലാണ് കൊടുത്തിരിക്കുന്നത്. മറ്റു വാഹനങ്ങൾ കൊടുക്കാത്ത രീതിയിലായിട്ടുള്ള ഒരു സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് 4 സൈഡും കറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിട്ടുള്ളൊരു സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. കൂടാതെ 360 ഡിഗ്രി ക്യാമറ കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് ക്യാമറയും കൂടെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ഇൻഡിക്കേറ്റർ ഇടുകയാണെങ്കിൽ ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ ആ ഒരു വലിയ സ്ക്രീനിൽ നമുക്ക് ആ ബ്ലൈൻഡ് സ്പോട്ട് ഒഴിവാക്കാനായിട്ടുള്ള ആ ഒരു മിററിൻ്റെ വ്യൂവും നമുക്ക് കാണാനായിട്ട് സാധിക്കും. സീറ്റ് വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട്, സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്, ആംറസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്, ഇലക്ട്രോണിക് പാർക്കിംഗ്, ബ്രേക്ക് പോലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. കൂടാതെ ഡ്രൈവ് മോഡുകൾ വരുന്നുണ്ട്. ഇക്കോ, സിറ്റി, സ്പോട്ട് 3 ഡ്രൈവ് മോഡുകൾ വരുന്നുണ്ട്. വയർലെസ് ചാർജിങ് പാഡ്, ചാർജിങ് പോർട്ടുകൾ വരുന്നുണ്ട്. ഒരു ഫിജിറ്റൽ സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്, വിച്ച് മീൻസ് ഫിസിക്കലായിട്ടുള്ള ബട്ടണും എന്നാൽ ഡിജിറ്റൽ സ്ക്രീനിലാണ് അതൊരു ഇൻറ്റഗ്രേഷൻ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ടെമ്പറേച്ചർ കൺട്രോൾ, AC ഫംഗ്ഷൻസ്, നമ്മൾ ഫ്രണ്ടിലെ ചാർജിങ് പോർട്ട് ഓപ്പൺ ചെയ്യാനായിട്ടുള്ള ഫംഗ്ഷൻസ്, 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറയുടെ ബട്ടൺ തുടങ്ങിയ
തുടങ്ങിയ കാര്യങ്ങളൊരു ഫിജിറ്റൽ സ്ക്രീനിലാണ് കൊടുത്തിരിക്കുന്നത്. അതും ഒരു നൈസ് ടച്ചാണ്. കുറച്ചുകൂടി അട്രാക്റ്റീവായിട്ടുള്ള ഒരു രീതിയിലായിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. കൂടാതെ നമുക്കൊരു 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. അതിൽ നടുവിൽ ടാറ്റയുടെ ലോഗോ ഇലുമിനേറ്റ് ചെയ്ത രീതിയിലുള്ള ഒരു സ്ക്രീനും അതിൽ കൊടുത്തിട്ടുണ്ട്. മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ്. പാഡിൽ ഷിഫ്റ്റേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഹോൾഡ് ചെയ്യാനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രിപ്പ് തരുന്ന ഒരു സ്റ്റിയറിംഗ് വീലാണ്. ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ദാറ്റ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും അത്യാവശ്യം ഫംഗ്ഷനിങ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററാണ്. ഫുള്ളി ഡിജിറ്റലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് റീജനും അതുപോലെ തന്നെ റേഞ്ച് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നല്ല ഒരു എഫക്റ്റ് കിട്ടുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ സൺറൂഫ് വരുന്നുണ്ട്. പനോരാമിക് സൺറൂഫ് അല്ല, ഒരു ചെറിയ സിംഗിൾ പെയിൻ സൺറൂഫാണ് വരുന്നത്. SOS ഫംഗ്ഷൻ വരുന്നുണ്ട്. കൂടാതെ ഓട്ടോ മിററിൻ്റെ ഫംഗ്ഷനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇന്റീരിയർ അത്യാവശ്യം നല്ല വെൽ ബിൽറ്റ് ആയിട്ടുള്ള ഒരു ഇന്റീരിയറാണ്. അത്യാവശ്യം നല്ല രീതിയിൽ പ്രീമിയം ടച്ച് കൊണ്ടുവരാനായിട്ട് ടാറ്റ പഞ്ച് .ev ശ്രമിച്ചിട്ടുണ്ട്. കൂടാതെ ഈ മോഡ് സെലക്ട് ചെയ്യുന്നത് ഒരു റോട്ടറി നോബിലാണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ നേരത്തെ നെക്സോൺ EV മാക്സിലാണ് ആ ഒരു റോട്ടറി നോബ് കൊടുത്തിട്ടുള്ളത്. റെസ്പോൺസീവ് ഇച്ചിരി ഡിലേ ആണ്. ഒരു 2-3 സെക്കൻഡൊക്കെ എടുത്താലാണ് നമ്മൾ ഈ മോഡ് മാറ്റുമ്പോൾ അത് റിഫ്ലക്റ്റ് ആവുള്ളൂ. ആ ഒരു കാര്യം ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ അതും നൈസ് ഒരു ടച്ചാണെന്ന് വേണമെങ്കിൽ പറയാം. മുൻഭാഗം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പിൻഭാഗത്ത് കുറച്ചധികം ഫീച്ചേഴ്സ് കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഈ ഒരു പ്രൈസ് റേഞ്ച്, ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് ആരംഭിക്കുന്നത് 10 ലക്ഷം മുതൽ 15 ലക്ഷം രൂപ വരെയാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ കുറച്ചുകൂടി കാര്യങ്ങൾ കൊടുക്കാമായിരുന്നു എന്ന് തോന്നി. എന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന എല്ലാ എലമെൻസും കൊടുത്തിട്ടുണ്ട്. നല്ല അണ്ടർത്തെ സപ്പോർട്ടും നല്ല ലെഗ് റൂം വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു സീറ്റ് മാക്സിമം ബാക്കിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ലെഗ് റൂം കുറച്ച് കുറവാണ്. കുറച്ചുകൂടെ സൈസുള്ള ആൾക്കാർ ഇരിക്കുകയാണെങ്കിൽ ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും. ഹെഡ് റൂം അത്യാവശ്യം നല്ല ഹെഡ് റൂം ഉണ്ട്. 2 ഡെഡിക്കേറ്റഡ് ഹെഡ് റെസ്റ്റ്, ആംറെസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആംറെസ്റ്റിൽ കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടില്ല. ബാക്കിൽ AC വെൻസോ, ചാർജിങ് പോർട്ടോ കൊടുത്തിട്ടില്ല. കൂടാതെ ഈ സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കുന്നത് 3 സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ ഒരു ബീപ്പ് സൗണ്ട് കേൾക്കും. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പ്രൈസ് പോയിന്റ് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തായിരുന്നു എന്ന് തോന്നിയത്. പഞ്ച് .ev നമുക്ക് 2 റേഞ്ച് വേരിയൻറ്റിലാണ് ലഭിക്കുന്നത്. ഒരു നോർമൽ റേഞ്ച് വേരിയൻറ്റും അതുപോലെ തന്നെ ലോങ് റേഞ്ച് LR വേരിയൻറ്റിലുമാണ് നമുക്ക് ലഭിക്കുന്നത്. നോർമൽ റേഞ്ച് ഒറ്റ ചാർജിൽ 315 കിലോമീറ്റർ റേഞ്ചാണ് ക്ലെയിം ചെയ്യുന്നത്. ലോങ് റേഞ്ച് 421 കിലോമീറ്റർ റേഞ്ച്. ഇപ്പം ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് നോർമൽ വേരിയൻ്റ് ആണ്. 315 കിലോമീറ്റർ എന്ന് പറയുമെങ്കിൽ പോലും നമുക്കൊരു 230-240 റേഞ്ച് കാണിക്കുന്നുണ്ട് റിയൽ വേൾഡിൽ. 415 ക്ലെയിം പറയുമ്പോൾ ഒരു 360-370 റേഞ്ച് കിട്ടും. എന്നാലും ഒരു ഡെയിലി ലൈഫിൽ കൊണ്ടുനടക്കാൻ പറ്റുന്ന രീതിയിലായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ബാറ്ററി പായ്ക്കും ഒരു റേഞ്ചുമാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ടാറ്റയുടെ ഇവല്യൂഷൻ നോക്കുകയാണെങ്കിൽ പുതിയ മോഡൽസ് അവതരിപ്പിക്കുമ്പോൾ അവർ റേഞ്ചിൽ കൊണ്ടുവന്നിരിക്കുന്ന മാറ്റങ്ങൾ വളരെയധികം ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിലാണ്. ഫസ്റ്റ് നമുക്ക് നെക്സോണിൽ കൊണ്ടുവന്ന റേഞ്ചും അതുപോലെ തന്നെ ടിഗോറിലൊക്കെ കൊണ്ടുവന്ന റേഞ്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചധികം നമുക്ക് വളരെ വിശ്വസിച്ചെടുത്ത് ഒരു ലോങ് റേഞ്ച് പോകാൻ പറ്റുന്ന രീതിയിലായിട്ടുള്ള ഒരു റേഞ്ചൊക്കെയാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. കൂടാതെ 6 എയർ ബാഗ് വരുന്നുണ്ട്. സേഫ്റ്റി സൈഡ് നോക്കുകയാണെങ്കിൽ ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, കൂടാതെ ഹിൽ ഹോൾഡ് അസിസ്റ്റ്, ഹിൽ ഡിസെൻറ്റ് കൺട്രോൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. റെയിൻ സെൻസറിങ്, വൈപ്പേഴ്സ്, അങ്ങനെയുള്ള എല്ലാ സേഫ്റ്റി എലമെൻസും ഈ ഒരു വാഹനം വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. നമുക്കറിയാം പഞ്ച് 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കിട്ടിയൊരു വാഹനമാണ്. അപ്പോൾ പഞ്ച് .ev ലും ആ ഒരു 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് തന്നെയായിരിക്കും ടാറ്റ ഫോക്കസ് ചെയ്യുന്നത്. ബാറ്ററി പാക്കിനും മോട്ടറിനും വാറണ്ടി നോക്കുകയാണെങ്കിൽ 8 വർഷം അല്ലെങ്കിൽ 1,60,60,000 കിലോമീറ്ററാണ് വാറണ്ടി ക്ലെയിം ചെയ്യുന്നത്. വാഹനത്തിൻ്റെ വാറണ്ടി 3 വർഷം അല്ലെങ്കിൽ 1,25,000 കിലോമീറ്റർ. സോ വാറണ്ടി സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു വാറണ്ടി പായ്ക്കും ഈ ഒരു വാഹനം ഓഫർ ചെയ്യുന്നുണ്ട്. Active.ev എന്ന പ്ലാറ്റ്ഫോം വന്നതോടുകൂടി വാഹനത്തിൻ്റെ റൈഡ് ആൻഡ് ഹാൻഡ്ലിംഗ്, സസ്പെൻഷൻ, സ്റ്റെബിലിറ്റി തുടങ്ങിയവയെല്ലാം വളരെയധികം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. കുറച്ച് ഗ്രൗണ്ട് ക്ലിയറൻസും കൂടുതൽ കൊടുത്തിട്ടുണ്ട്. സോ ഒരു EV സംബന്ധിച്ചിടത്തോളം അത് വേണ്ട കാര്യമാണ്. കൂടാതെ IP67 റേറ്റഡ് ബാറ്ററി പായ്ക്കാണ്. വെള്ളത്തിലൂടെയൊക്കെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഈ ഒരു പ്ലാറ്റ്ഫോം വന്നതോടുകൂടി റൈഡ് ആൻഡ് ഹാൻഡ്ലിംഗ്, സസ്പെൻഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം വളരെയധികം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ആൻഡ് ഇനി ടാറ്റയുടെ മുമ്പോട്ടുള്ള വാഹനങ്ങളിലെല്ലാം നമുക്കത് കാണാൻ സാധിക്കും. നമ്മൾ ഓട്ടോ എക്സ്പോയിൽ സിയാറ പോലുള്ള വാഹനങ്ങൾ കണ്ടതാണ് ടാറ്റയുടെ. സോ അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ബേസിലായിരിക്കും മറ്റുള്ള വാഹനങ്ങളെല്ലാം വരാനായിട്ട് പോവുക. സ്റ്റിയറിങ്ങിൽ ഒരു ഇലുമിനേറ്റഡ് ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹോൺ അതിൻ്റെ 2 ഭാഗത്തായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതൊരു
ഒന്ന് ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അത് യൂസ് ആയി കഴിഞ്ഞാൽ പ്രശ്നമില്ല. പാഡിൽ ഷിഫ്റ്റേഴ്സ് ഉണ്ട്, കുറച്ചുകൂടെ റൈഡ് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. കൂടാതെ റീജൻ കൊടുത്തിട്ടുണ്ട്. അത് റീജൻ മോഡുകൾ ഉപയോഗിച്ചിട്ട് വാഹനത്തിൻ്റെ റേഞ്ച് കുറച്ചുകൂടി കൂടുതലായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സീറ്റ് വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സീറ്റ് വെന്റിലേഷനും ഈ ഒരു വാഹനത്തിൽ ഓഫർ ചെയ്യുന്നുണ്ട്. കൂടാതെ നമുക്ക് റൈഡ് മോഡുകൾ വരുന്നുണ്ട്. ഇക്കോ, സിറ്റി, സ്പോർട്ട് 3 റൈഡ് മോഡുകൾ വരുന്നുണ്ട്. എന്നാൽ ഈ 3 റൈഡ് മോഡുകൾ ടോപ്പ് എല്ലാ റേഞ്ചിലും മാത്രമേ ലഭിക്കുന്നുള്ളൂ. അതിന് ഇതിൻ്റെ പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഫീച്ചേഴ്സ് കൊടുക്കാമായിരുന്നു എന്ന് തോന്നുന്നു. അതും പ്രത്യേകിച്ച് പിൻ ഭാഗത്ത് AC വെൻസ്, ചാർജിങ് പോർട്സ് ഇല്ല. കൂടാതെ ഈ പറയുന്ന കപ്പ് ഹോൾഡേഴ്സ് തുടങ്ങിയ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഒരു 10 ലക്ഷം മുതൽ 15 ലക്ഷം വരെയുള്ള ഒരു റേഞ്ചിലുള്ള ഒരു വാഹനത്തിന് ആ ഒരു ഫീച്ചേഴ്സ് കൂടെ കൊടുക്കാമായിരുന്നു എന്ന് തോന്നി. ഈ ഒരു വാഹനം പ്രൈസ് ചെയ്തിരിക്കുന്നത് 10 to 15 ലാഖിലാണ്. സോ ഒരു പ്രൈസ് ആയിരിക്കും ഈ ഒരു വാഹനത്തിൻ്റെ മറ്റൊരു ഫാക്ടർ എന്ന് പറയാനായിട്ടുള്ളത്. നമ്മുടെ ആൾക്കാർ കുറച്ചുകൂടി പ്രൈസ് കോൺഷ്യസ് ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രൈസ് ഫാക്ടർ ഒരു ഇതിനകത്ത് ഒരു മേജർ ഘടകം തന്നെ ആയിരിക്കും. ഈ ഒരു വാഹനം ആർക്കാണ് സ്യൂട്ടബിൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ ടിയാഗോയെക്കാളും കുറച്ചുകൂടി ഒരു പടി മുന്നിൽ നിൽക്കുന്ന ഒരു വാഹനം ആവശ്യമാണ്. എന്നാൽ നെക്സോണിൻ്റെ അത്രയും ബഡ്ജറ്റ് ഇല്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് ടാറ്റയുടെ punch.ev എന്നുള്ളത്. ഈവൻ നെക്സോൺ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് പോലും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ബിക്കോസ് എൻ്റയർലി ന്യൂ പ്ലാറ്റ്ഫോമാണ്, പുതിയൊരു ആർക്കിടെക്ചറാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. മറ്റൊരു ദിവസം മറ്റൊരു വാഹനമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.